നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കേരള സ്റ്റേറ്റ് നെറ്റ്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ ഷാഹിൻ പള്ളിക്കണ്ടിക്ക് കണ്ണൂരിലെ കായിക കൂട്ടായ്മയായ ഗുരുസ്മരണ സ്വീകരണം നൽകി. കണ്ണൂർ ചേംബർ ഹാളിൽ വെച്ച് നടന്ന സ്വീകരണ പരിപാടി പ്രൊഫസർ ഡോക്ടർ ജഗന്നാഥൻ ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സിൽ കഴിവ് തെളിയിച്ചവർ ധാരാളമുണ്ടെങ്കിലും സ്പോർട്സിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യം ഇവിടെ കുറവാണ്. ഒരു സ്വിമ്മിംഗ് പൂൾ പോലും കണ്ണൂരിലില്ല. ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ സന്നദ്ധ സംഘടനകളും മറ്റും ഉണർന്നു പ്രവർത്തിച്ചാൽ മാത്രമേ വരുംകാലങ്ങളിലും കായിക താരങ്ങൾക്ക് വളർന്നു വരുവാൻ കഴിയുകയുള്ളൂ. ഡോക്ടർ ജഗന്നാഥൻ പറഞ്ഞു. ഇവിടെയുള്ളത് ഞാൻ പറഞ്ഞതാണ്, തിരുവനന്തപുരത്ത് 4 സ്വിമ്മിംഗ് പൂൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ളത്. നമ്മളൊക്കെ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് സ്വിമ്മിംഗ് പൂൾ 50 മീറ്റർ വേണം. 25 മീറ്ററിൻ്റെ പ്രൈവറ്റ് പൂളുകളാണ് ഇപ്പോൾ എല്ലാം ഉള്ളത്. ഇവിടുത്തെ സ്വിമ്മിങ് നടത്തുന്നത് മമ്പറോ സ്കൂളിലാണ്. മമ്പറോ സ്കൂളിൽ ഒരു നല്ല സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അത് 25 മീറ്ററാണ്. എന്നിട്ടും കുട്ടികൾ നാഷണലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും പ്ലേസ് വരികയും ചെയ്യുന്നുണ്ട്. അതായത് 150 മീറ്ററിൽ നീന്തേണ്ട കുട്ടി 25 മീറ്ററിൽ നീന്തുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക വിഷമങ്ങൾ ഒരുപടിയുണ്ട്. 200 മീറ്ററിൽ ഓടിയിട്ട് 400 മീറ്ററിൽ ഓടുമ്പോഴുണ്ടാകുന്ന പ്രായോഗിക വിഷമങ്ങൾ വലിയതാണ്. കാരണം അത് ടെക്നിക്കലി അറിയുന്നവർക്കറിയാം. ഒരിക്കലും ആ ടൈം ചെയ്യാൻ പറ്റില്ല. 400 മീറ്ററിൽ 400 മീറ്റർ തന്നെ ഓടി പഠിക്കണം. 50-ലാണെങ്കിൽ 50 തന്നെ പഠിക്കണം. ഷാഹിലിന്റെ കഠിന പ്രയത്നത്തിന് ലഭിച്ച ഈ അംഗീകാരം കണ്ണൂരിലും സംസ്ഥാന തലത്തിലും നെറ്റ്ബോൾ എന്ന കായിക ഇനത്തെ കൂടുതൽ ഉന്നമനത്തിലെത്തിക്കാൻ സാധിക്കുമെന്ന് യോഗം വിലയിരുത്തി. ഗുരുസ്മരണ ജനറൽ കൺവീനർ സജീവൻ ചെല്ലൂർ സ്വാഗതം പറഞ്ഞു. ഗുരുസ്മരണ ചെയർമാൻ സുരേഷ് തമ്പാൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് എക്സൈസ് സതീഷ് കുമാർ പി കെ വിമുക്തി മിഷൻ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ നാട്ടിലുള്ള സ്പോർട്സിൻ്റെ സൗകര്യങ്ങളുടെ അഭാവവും അതുണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയും അതിന് നമ്മൾ ഒത്തൊരുമയോടെ പ്രയത്നിക്കേണ്ട ആവശ്യകതയും ഇവിടെ വളരെ വിശദമായി പ്രതിപാദിക്കുകയുണ്ടായി. നമുക്കറിയാം, സ്പോർട്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം നല്ല ആരോഗ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കായിക പ്രവർത്തനങ്ങളും കായിക വിനോദങ്ങളും വളരെ അത്യാവശ്യമാണ്. ഷാഹിൻ പള്ളിക്കണ്ടിയെ പൊന്നാട അണിയിച്ചു. തുടർന്ന് ചടങ്ങിൽ ഷാഹിൻ മറുപടി പ്രസംഗം നടത്തി. ടീം വർക്കിൻ്റെ ഒരു മികച്ച നേട്ടമാണ്. ജഗന്നാഥ് സാറ് പറഞ്ഞ പോലെ അദ്ദേഹത്തിലൂടെയാണ് ഞാൻ രത്നാട്ടിനാന്ന് ശരിക്കും ജഗന്നാഥ് സാറ് ഫസ്റ്റ് വിളിച്ച് പറയുന്നത്. എന്നെ സ്പോർട്സ് കോട്ടയിൽ അന്ന് SM കോളേജിൽ ഞാൻ കയറുന്നത് ഗുസ്തിൻ്റെ പേരിൽ സ്പോർട്സ് കോട്ടയിലാണ്. അന്ന് മുതൽ കണ്ട ബന്ധാണ് സാറുമായിട്ട്. ഇന്ന് മറക്കാൻ പറ്റാത്ത, സാറിനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. പക്ഷെ ഇന്ന് നമ്മളെ കൈ പിടിച്ച് നമ്മളെ പല മേഖലകളിലും കൊണ്ട് അദ്ദേഹം നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഒരു ഗുരു ആണ് ബഹുമാനപ്പെട്ട PK ജഗന്നാഥൻ സാറ്. നേരത്തെ സാറും പറയുകയുണ്ടായി, ഒരുപാട് കാര്യങ്ങൾ കണ്ണൂരിന് വേണ്ടി ചെയ്യാൻ സാധിക്കും. ഇതുപോലുള്ള കൂട്ടായ്മകൾ നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഇനിയും ഉയർന്നു വരണം. സത്യം പറഞ്ഞാൽ നിസാമെല്ലാം സംസ്ഥാന റെസ്ലിംഗ് അസോസിയേഷൻ്റെ പ്രസിഡന്റാണ്. OK വിനീഷ് സംസ്ഥാന റെസ്ലിംഗ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റാണ്. എന്നെ സംബന്ധിച്ചിട്ട് പേഴ്സണലി അവരെല്ലാം ആ സ്ഥാനത്തിരിക്കുന്നത് ഞാൻ മനസ്സുകൊണ്ട് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ കാണുന്നതും. അങ്ങനെയുള്ള ഇനിയും ആൾക്കാർ വന്നാലേ നമ്മുടെ കണ്ണൂരിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് സ്പോർട്സിൻ്റെ വലിയ ചരിത്രമുറങ്ങുന്ന ഒരു ജില്ലയാണ്, മണ്ണാണ് കണ്ണൂർ. ഇനിയും അങ്ങനെയുള്ള ആൾക്കാർ ഇതിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് സ്പോർട്സിന് ഒരുപാട് നമുക്ക് ഇനിയും ഡെവലപ്മെന്റ്സ് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സംസ്ഥാന അസോസിയേഷൻ പ്രസിഡന്റ് നിസാമുദ്ദീൻ, മെട്രോ പത്രം MD MP മുരളി, അഡ്വക്കേറ്റ് CK രാജൻ തുടങ്ങിയവർ നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.